ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടിയുണരുകയും വളരെ പ്രയാസപ്പെട്ട് കരയുകയും ചെയ്യുമ്പോൾ ശൈത്താൻ്റെ ഷെറുകളും അഥവാ അല്ലെങ്കിൽ കണ്ണേറുമായിരിക്കും. അതിനായി തീർച്ചയായും ഹബീബായ തങ്ങൾ ഈ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരമകനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സ്ഥിരം മന്ത്രിക്കാറുള്ള ഈ ഒരു ദുആയാണ്. പ്രാർത്ഥന പ്രത്യേകം നാം ഒന്ന് ഓർത്തു വെച്ചേക്കുക. കാരണം രണ്ട് രീതിയിലാണ്. സ്വന്തം നഫ്സിന് ചെല്ലുമ്പോൾ അഊദു ബിക എന്ന് ഉച്ചരിക്കുകയും മറ്റുള്ളവർക്കാണെങ്കിൽ അഥവാ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉഈദുക എന്ന പദമാണ് നാം ഇവിടെ കണക്കാക്കാനുള്ളത്. ഉഈദുക ബികലിമാതിലില്ലാ തഅമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലഅമ്മ. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾക്ക് അവിടുന്ന് സിഹർ അഥവാ കണ്ണേറുകൾ ബാധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് സൂറത്തുകൾ കൊണ്ട് സൂറത്തുൽ ഫലഖ് സൂറത്തുൻ നാസും അതാ ഇറങ്ങുകയായി. അത് ഓതി ശരീരം മുഴുവനും തടകിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടുന്ന് ശൈത്താൻ അടുക്കാതെ ആ സിഹർ ബാത്തിലായി പോകുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കും നാം പുറത്തൊക്കെ പോകുമ്പോൾ കണ്ണീർ കമ്പേറ് അതേപോലെ ശൈത്താൻ്റെ ഷെറുകളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ ഇതേ കണക്ക് ഈ ദുആയി മോദി സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ആയത്തുൽ കുർസി ഓതിയതിന് ശേഷം ആദ്യം ഇരു കരങ്ങൾ കൈനീട്ടിക്കൊണ്ട് അതിലേക്ക് മന്ത്രിച്ചോതിയതിന് ശേഷം തലയിലേക്ക് കൈവച്ച് മറ്റു ശരീരം കാലുവരെയും തടവുക. അല്ലാഹുവിലേക്ക് അവിടെ ഖേദിച്ചുകൊണ്ട് ആ സൂറത്തുകൾ അവിടെ ഓതുകയും ശൈത്താൻ അവിടുന്ന് പാറിക്കൊണ്ട് പേടിച്ചുകൊണ്ട് അവൻ വിറച്ചുകൊണ്ട് പോകുന്നതാണ് ശരീരത്തിൽ നിന്നും. വീട്ടിലും നാം നിത്യവും ഇത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബലാമുസീബത്തുകളെല്ലാം അല്ലാഹുവിൻ്റെ കാവലാൽ അവിടെ സംരക്ഷണം നൽകുന്നതാണ്. തീർച്ചയായും ഇൻഷാ അല്ലാഹ് നാം ഇത് പതിവാക്കുക. നമ്മുടെ ശൈത്താൻ്റെയും എല്ലാ കണ്ണേറുകളും അല്ലാഹു ഇതിന് കാരണമായി മാറ്റിത്തരുമാറാകട്ടെ.